നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ അധ്യാപകരുടെ യോഗ്യത നിർണ്ണയിക്കുന്ന കേറ്ററ്റ് 2026 പരീക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും അതുപോലെ എലിജിബിളായിട്ടുള്ള ഇതുമായിട്ട് പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളവരും ഉള്ളവരോടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും കൂടി ചെയ്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കേരളത്തിലെ ലോവർ പ്രൈമറി സ്കൂളുകൾ, അപ്പർ പ്രൈമറി സ്കൂളുകൾ, ഹൈസ്കൂളുകൾ തുടങ്ങിയവയിൽ അധ്യാപകരായി നിയമിക്കുന്നവരുടെ നിലവാരം നിശ്ചയിക്കുന്നതിനായിട്ട് നടത്തപ്പെടുന്ന യോഗ്യതാ പരീക്ഷയാണ് കേറ്ററ്റ് എന്നുള്ളത്, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ളത്. അത് 4 വിഭാഗങ്ങൾ, 4 കാറ്റഗറി ആയിട്ടാണ് നടത്തുക. ഒന്നാമത്തെ കാറ്റഗറി എന്നുള്ളത് LP സ്കൂൾ, ലോവർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള കുട്ടികൾക്കുള്ള അധ്യാപകരെ യോഗ്യതയ്ക്ക് വേണ്ടിയുള്ളതും, കാറ്റഗറി 2 എന്നുള്ളത് അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ളതും, കാറ്റഗറി 3 എന്നുള്ളത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ അധ്യാപകരെ നിയമിക്കാൻ വേണ്ട ഒരു യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ടതും, കാറ്റഗറി 4 എന്നുള്ളത് ഭാഷാ അധ്യാപകർ, അത് അറബി, ഹിന്ദി, ഉറുദു, സംസ്കൃതം പോലെയുള്ളതും, പിന്നെ അതുപോലെയുള്ള സ്പെഷ്യലിസ്റ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അങ്ങനെയുള്ള ടീച്ചേഴ്സിൻ്റെ യോഗ്യത നിർണ്ണയിക്കാനുള്ള കാറ്റഗറി 4 എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ടാണ് ഈ പരീക്ഷ നടത്തുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അത് പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കേറ്ററ്റിൻ്റെ വെബ്സൈറ്റായ https:/catet.kerala.gov.in അല്ലെങ്കിൽ https:/pareekshabhavan.kerala.gov.in അല്ലെങ്കിൽ SCRയുടെ വെബ്സൈറ്റായ www.seert.kerala.gov.in ഈ 3 സൈറ്റിലും ലഭ്യമാണ്. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപേക്ഷ സമർപ്പിക്കാനായിട്ട് 2025 ഡിസംബർ 22 മുതൽ ഡിസംബർ 30 വരെയാണ് അവസരം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപേക്ഷാ ഫീസുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 500 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST-കാരായ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് 250 രൂപ മതിയാവും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിൻ്റെ കേറ്ററ്റിൻ്റെ പരീക്ഷ ഈ വർഷത്തെ 2024 പരീക്ഷ നടത്തുന്നത് ഫെബ്രുവരിയിലായിരിക്കും നടത്തുക. അതിൽ അപേക്ഷിക്കുന്നവർക്ക് ഫെബ്രുവരി 11 ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് എടുക്കാനായിട്ട് പറ്റും. 4 കാറ്റഗറി ആയിട്ടാണെന്ന് പറഞ്ഞ് പരീക്ഷ നടത്തുന്നത്. ഒന്നാമത്തെ കാറ്റഗറി ഫെബ്രുവരി 21 രാവിലെ 10 മുതൽ 12 വരെ ആയിരിക്കും എക്സാമിനേഷൻ. രണ്ടാമത്തെ കാറ്റഗറി അത് അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ടീച്ചേഴ്സിനെ നിർണ്ണയിക്കുന്ന പരീക്ഷയുടെ ഫെബ്രുവരി 21 ഉച്ച കഴിഞ്ഞ് 2 മുതൽ 4 വരെ ആയിരിക്കും പരീക്ഷ. മൂന്നാമത്തെ കാറ്റഗറി എന്നുള്ളത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്കുള്ള ടീച്ചേഴ്സിൻ്റെ യോഗ്യതയ്ക്ക് വേണ്ടിയുള്ള പരീക്ഷ ഫെബ്രുവരി 23 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 12 വരെ ആയിരിക്കും. കാറ്റഗറി 4 അതിലേക്ക് ഫെബ്രുവരി 23 ഉച്ച കഴിഞ്ഞ് 2 മുതൽ 4 വരെ ആയിരിക്കും അതിൻ്റെ പരീക്ഷ നടത്തുക. എല്ലാ പരീക്ഷയും 2.5 മണിക്കൂറായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപ്പോൾ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഫെബ്രുവരി 11 മുമ്പ് മുതൽ ഡൗൺലോഡ് എടുക്കാനായിട്ട് പറ്റും. അപേക്ഷ ഫീസ് ഞാൻ പറഞ്ഞു. ജനറൽ കാൻഡിഡേറ്റ്സ് 500 രൂപയും SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 250 രൂപയും മതി. ഇപ്പം സുപ്രീം കോടതിയുടെ ഒരു ലേറ്റസ്റ്റ് ജഡ്ജ്മെൻറ്റ് അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളിൽ ഇനി 5 വർഷമെങ്കിലും സർവീസ് അവശേഷിക്കുന്നവർ നിർബന്ധമായും കേറ്ററ്റ് പാസ്സാകണം എന്നൊരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്. അതിന് 2 വർഷം പാസ്സായില്ലെങ്കിൽ ഒരു സർവീസിൽ നിന്ന് പുറത്താകുന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. അതിനെതിരെ ഗവൺമെൻറ് അപ്പീൽ കൊടുത്തിട്ടുണ്ടോ അതിന് തീരുമാനമായിട്ടില്ല. എന്തായാലും എലിജിബിൾ ആയിട്ടുള്ളവർ തീർച്ചയായും ഈ പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക. കാരണം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. താല്പര്യമുള്ളവർ, എലിജിബിൾ ആയിട്ടുള്ളവർ നിർബന്ധമായും ഈ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുകയും കാരണം ഇപ്രാവശ്യത്തെ ലേറ്റസ്റ്റ് അതുകൊണ്ട് ഈ ഡിസംബർ 30 വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. താങ്ക് യു.